ഒന്നാമത്തെ കൂട്ടർ തീയുടെ ബലം കെടുത്തിയപ്പോൾ രണ്ടാമത്തെ കൂട്ടർ അതേ തീയാൽ വെന്തെരിഞ്ഞു. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ സഭയ്ക്കകത്ത്, ഈ ഹാളിനകത്ത് ആരാധിക്കാൻ വരുന്ന ചിലർ ഒരു കൂട്ടർ നേടുമ്പോൾ ഇന്നും നേട്ടങ്ങളുടെ പട്ടിക പറയാതെ ആമേൻ തല കുനിച്ചിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്നെ ദൈവം കണ്ടിരിക്കുന്നത് നേടാനല്ല, ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് സഹിക്കാനാണ്. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടുണ്ട്, പാസ് മി നോട്ട് ഓ ജെന്റിൽ സേവിയർ എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട്. ഫാനി ജെ ക്രോസ്ബി ആണ് ആ പാട്ട് എഴുതിയത്. ആ സ്ത്രീയെക്കുറിച്ച്, മാന്യ വനിതയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് 94 വയസ്സ് വരെ പൂർണ്ണ അന്ധയായിട്ടാണ് അവൾ ജീവിച്ചിരുന്നത്. ജനിച്ച് ചില്ലറ ദിവസങ്ങൾ മാത്രമാണ് ഫാനി ജെ ക്രോസ്ബിയുടെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടായിരുന്നത്. ആമേൻ. ഓരോ ദിവസം ചെല്ലും തോറും അവളുടെ കണ്ണുകൾ മങ്ങി 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 മങ്ങി. ആമേൻ. വിത്തിൻ മന്ത്സ്, ജനിച്ച് മാസങ്ങൾക്കുള്ളിൽ ഫാനി ജെ ക്രോസ്ബിയുടെ കണ്ണ് പൂർണ്ണമായിട്ടും അടഞ്ഞു പോയി. അഥവാ അവൾ തീർത്ഥം അന്ധതയിലേക്ക് പോയി. 94 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആ മാന്യ വനിത കർത്താവിനെ പാടി ആരാധിക്കാൻ ഒരുപാട് പാട്ടുകൾ ആമേൻ ക്രൈസ്തവ സമൂഹത്തിന് കൊടുത്തു. അതിൽ ഒരെണ്ണമാണ് പാസ് മി നോട്ട് എ ജെന്റിൽ സേവിയർ, പോകല്ലേ കടന്നെന്നെ എന്ന് നമ്മൾ പാടി ആരാധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പാട്ട്. ആ പാട്ടിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാമോ? ഒരു വലിയ സുവിശേഷ യോഗം നടക്കുകയാണ് ഒരിടത്ത്. ആമേൻ. അവിടെ വലിയ വിടുതൽ ശുശ്രൂഷ ചെയ്യുന്ന, രോഗശാന്തി വരപ്രാപ്തനായിരിക്കുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ പ്രസംഗിക്കുകയാണ്. അന്ധന്മാരുടെ കണ്ണുകൾ തുറന്നു വരുന്നത് അന്ന് വളരെ പ്രസിദ്ധമായിരുന്നു. ആമേൻ. കുരുടന്മാർക്ക് കാഴ്ച കിട്ടുക, ആമേൻ, മുടന്തർ നടക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ വളരെ സജീവമായ ആ കാര്യങ്ങൾ നടക്കുന്നത് മനസ്സിലാക്കി ഫാനി ജെ ക്രോസ്ബി ആമേൻ അവരും പോയി ആ യോഗത്തിന് പോയി ഇരിക്കുവാനായിട്ട് ഇടയെ തുറന്നു. തൻ്റെ തൊട്ടടുത്തിരുന്നത് തന്നെ പോലെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാതിരുന്ന ഒരു പാവപ്പെട്ട ഒരു സാധുവായ സ്ത്രീയായിരുന്നു. ഈ സുവിശേഷകൻ ദൈവവചനം പ്രസംഗിക്കുകയും രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ആമേൻ ശക്തമായിരിക്കുന്ന ഒരു ആത്മസാന്നിധ്യം വ്യാപരിച്ചിട്ട് തൻ്റെ തൊട്ടടുത്തിരുന്ന ആ സഹോദരി പെട്ടെന്ന് കണ്ണു തുറന്നു. അവൾക്ക് പെട്ടെന്ന് കാഴ്ച ലഭിക്കുവാനായിട്ട് ഇടയെ തുറന്നു. ഫാനി ജെ ക്രോസ്ബിയുടെ നെഞ്ച് പിടഞ്ഞു. ആമേൻ. ഇരുന്ന ഇരിപ്പിടം വിട്ട് അവർ തറയിലേക്ക് ഇറങ്ങി കവിണ്ണു വീണ് കിടക്കുകയാണ്. എന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, മറ്റുള്ളവരെ ദർശിക്കുമ്പോൾ എന്നെയും കൂടെ നീ നോക്കാതെ പോകരുത്. അത്രയും കരഞ്ഞിട്ട് പോലും അവിടെ കണ്ണ് തുറന്നു വന്നില്ല. 94 വയസ്സിൽ മരിക്കാൻ ചില്ലറ ദിവസങ്ങൾ ബാക്കി കിടക്കുമ്പോൾ ഒരു യുവ സുവിശേഷകൻ, ഒരു ജേർണലിസ്റ്റ് ഫാനി ജെ ക്രോസ്ബിയെ വിസിറ്റ് ചെയ്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് പാട്ടുകൾ എഴുതി, അനേകം പേരെ ആത്മാവിൻ്റെ ആരാധനയിലേക്ക് കൊണ്ടുവന്നു. ബട്ട് ഇറ്റ്സ് സോ പിറ്റി, ഭയങ്കര ദാരുണമായി പോയി നിങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാതിരുന്നത്. ഫാനി ജെ ക്രോസ്ബി അട്ടഹസിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദാറ്റ് വാസ് നോട്ട് പിറ്റി, അത് ദാരുണമായിരുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? താങ്കളുടെ കണ്ണ് തുറന്നു വന്നപ്പോൾ താങ്കൾ ഈ ഭൂമിയിലുള്ളതിനെയാണ് ആദ്യം കണ്ടത്. പക്ഷെ എൻ്റെ കണ്ണ് തുറന്നു വരുമ്പോൾ ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ വീണ്ടെടുപ്പുകാരനെയാണ്.